വഖഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള മുഴുവൻ രേഖകളും കേന്ദ്ര സർക്കാർ പോർട്ടലായ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി പര്യാപ്തമല്ലെന്ന് കേരള വഖഫ് ബോർഡ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വഖഫ് ബോർഡ് സിഇഒ CM അബ്ദുൽ ജബ്ബാർ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു. ഡിസംബർ 5-നാണ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിലായതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ഉമ്മീദ് പോർട്ടലുമായി രംഗത്ത് വന്നത്. മുഴുവൻ വഖഫ് വിവരങ്ങളും പോർട്ടലിൽ അടിയന്തരമായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഡിസംബർ 5-ആണ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അവസാന ദിവസം. ഇത് പര്യാപ്തമല്ലെന്ന് വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. നമുക്കിപ്പോൾ ഒരു 7 മാസ്റ്റർ ട്രെയിനർമാർ, നമ്മുടെ ബോഡി ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിൽ പോയിട്ട് ട്രെയിനിങ് ലഭിച്ചു വന്നിട്ടുണ്ട്. അവരെ ഉപയോഗിച്ച് വേണം നമുക്ക് ഈ കേരളത്തിലുള്ള 13,000 ജില്ലാൻ വഖഫുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫുകളുടെ മുത്തവല്ലിമാർക്ക് ക്ലാസ് കൊടുക്കേണ്ടത്. അത് തികച്ചും ഈ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച നീക്കവും സമയപരിമിതിയും ചൂണ്ടിക്കാട്ടി കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിക്കും. അതിനൊരു സമയം നീട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പാകെ ഒരു IA ഫയൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോർട്ടലിൻ്റെ കാലാവധി കുറച്ച് നീട്ടിവെക്കാതെ നമുക്കിതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ പൂർണ്ണമായും പോർട്ടലിൽ എൻട്രി ചെയ്തോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ബാധ്യത കൂടി വഖഫ് ബോർഡിനുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 6 മാസമെങ്കിലും പരിശീലനത്തിനായി വേണ്ടിവരുമെന്നാണ് വഖഫ് ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. മീഡിയ 1.